വീണ്ടും നമ്മൾ കൈരളി ആർക്കൈവ്സിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. വളരെ കാലങ്ങളായി മലയാളികൾക്കിടയിൽ വലിയ ഒരു ജനപ്രീതി സൃഷ്ടിച്ച ഒരു പരിപാടിയുണ്ട് കൈരളിയുടെ പട്ടുറുമാൽ എന്ന് പറയുന്ന പരിപാടിയാണത്. തീർച്ചയായും വിഷ്ണു, റിയാലിറ്റി ഷോ രംഗങ്ങളിൽ ഒരു വ്യത്യസ്തമായ തലം കൈരളിക്ക് പട്ടുറുമാലിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരു ജനകീയമായ ഒരു തിരുത്തൽ റിയാലിറ്റി ഷോകളിൽ കൊണ്ടുവന്നു. ജനങ്ങളുടെ പ്രിയപ്പെട്ട മാപ്പിളപ്പാട്ടുകളിലൂടെ ജനകീയമായ പരിപാടികൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ് കൈരളിയുടെ ഏറ്റവും വലിയ സവിശേഷത. തീർച്ചയായും തീർച്ചയായും അന്ന് മക്കാമണൽ മണ്ണിൽ എന്ന പാട്ട്, മാപ്പിളപ്പാട്ട് കൊച്ചുമിടുക്കി മെഹ്റിൻ കുട്ടിപ്പട്ടുറുമാലിൽ പാടുന്നത് കേൾക്കും. ഗോത്രത്തിൽ ഹാഷിം കുലത്തിൽ പിറന്ന ഓമൽ കിടാവ്, കരകൾ പുരളാതൽ അമീനായി വളർന്നു വന്ന യുവാവ്, നാരിമണികളിലും തമി ഖദീജയിൽ ഭർത്താവ്, നറുമണപ്പൂവായ ഫാത്തിമ ബീവിയിൻ പിതാവ്. അന്ന് രക്ഷിതാവ്, അന്ന് മക്കാമണൽ മണ്ണിൽ പൂത്ത പനിനീർപ്പൂവ്, ഇന്ന് വിണ്ണിൽ ഒളിച്ചൊരിഞ്ഞ് നിൽക്കും വെള്ളി നിലാവ്. അന്ന് മക്കാമണൽ മണ്ണിൽ പൂത്ത പനിനീർപ്പൂവ്, ഇന്ന് വിണ്ണിൽ ഒളിച്ചൊരിഞ്ഞ് നിൽക്കും വെള്ളി നിലാവ്. ഏവർക്കും സംഗീതം അതേപോലെ തന്നെ മറ്റ് കലകൾ പോലെ തന്നെ അടുത്ത ഇഷ്ടപ്പെട്ട ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് രുചിയാണ്. മലയാളികൾക്കല്ല, എല്ലാ ജനങ്ങൾക്കും ഈ രുചി, ഭക്ഷണ പരീക്ഷണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അടുത്തതായി വ്യത്യസ്തവും രുചികരവുമായ ചില്ലി ചിക്കൻ ഇൻ ബാർബിക്യൂ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം.
അല്പം പഞ്ചസാര. ഞാൻ ഇന്നത്തെ ഈ ബാർബക്യൂ സോസ് ചേർത്ത ചില്ലി ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക മണവും ഒക്കെ തന്നെയാണ്. റെഡിയായി കഴിഞ്ഞു. നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റൊക്കെ എടുക്കുക. സ്പ്രിംഗ് ഓണിയൻ വെച്ച് ഗാർണിഷ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ഡിഷ് റെഡിയായിരിക്കുകയാണ്. തുടങ്ങി അവസ്ഥയിലേക്ക് അടുത്ത് നമ്മുടെ മഴവിൽ എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും മഴവില്ല് തുടങ്ങുന്നത് ഇന്ന് ഏറ്റവും ജനകീയനായ ഒരു സാഹിത്യകാരൻ്റെ ഓർമ്മയിലൂടെയാണ്. ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രണയത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ മലയാളിക്ക് ഏറ്റവും പെട്ടെന്ന് അടുത്തറിയാൻ പറ്റുന്ന രീതിയിൽ, മലയാളിക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ, അക്ഷരങ്ങൾ അകലെയല്ല എന്ന് മലയാളിയെ പഠിപ്പിച്ച ഒരു സാഹിത്യകാരൻ കൂടിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അല്ലെങ്കിൽ മലയാളികളുടെ കഥാലോകത്തിൽ സംസ്കൃത പദങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്ന അവസരത്തിലാണ് ബഷീറിന്റെ കടന്നുവരവ് ഉണ്ടാകുന്നത്. ബഷീറിന്റെ പ്രാദേശിക ഭാഷ അന്ന് പലർക്കും മനസ്സിലാകുമോ എന്നുള്ള വലിയ തർക്കങ്ങൾ സാഹിത്യ കഥാലോകത്തു നിന്ന് തന്നെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബഷീറിന്റെ കഥകൾ ഓരോന്നും ലോകത്തോട് തന്നെ സംവദിക്കുന്നതായിരുന്നു. ഒരു പക്ഷേ മലയാളികൾ ഇത്രയധികം ആവർത്തിച്ച് വായിച്ച കഥകൾ ബഷീറിന്റെ അല്ലാതെ മറ്റാരുടെയും കാണില്ല മലയാളത്തിൽ. തീർച്ചയായിട്ടും വിഷ്ണു, പ്രണയത്തിന്റെ തലങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. ഒരു ജയിലിലുള്ള നാരായണിയുടെ ഒരു പ്രണയം, ജയിലിന്റെ മതിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ടുള്ള ഒരു പ്രണയ കഥകൾ, അത് കേശവൻ നായരുടെയും സാറാമ്മയുടെയും പ്രണയ കഥകളായാലും പ്രണയത്തിന് അനവധി നിർവചനങ്ങളാണ് ബഷീർ കൊടുത്തത്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയായിട്ട് ബഷീറിന്റെ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി ബഷീറിന്റെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെയാണ്, ഈ എല്ലാതും ഫിക്ഷനായിട്ട് തോന്നുന്നില്ല നിങ്ങളുടെ, അപ്പോൾ ഈ സുഹറയുടെയും മജീദിന്റെയും ബാല്യകാല സഖി മാത്രമാണ് ചെറുതായിട്ട് ഫിക്ഷനായിട്ട് തോന്നുന്നത്, അതിൽ മജീദും സുഹറയും ശരിക്കും ഉള്ളതാണോ, നിങ്ങൾക്ക് അനുഭവപ്പെട്ട കഥാപാത്രമാണോ എന്ന് ചോദിച്ചു. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു ആർട്ടിസ്റ്റ് നമ്പൂതിരി. അപ്പോൾ ബഷീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് എങ്ങനെയാണ്, സുഹറയുടെ കാര്യം അറിയില്ല, പക്ഷേ മജീദ് ഇപ്പോഴും ഉണ്ട്, അത് ഈ മൊട്ടത്തലയനാണെന്ന്. അത്രയും എന്താ പറയാ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സാഹിത്യകാരൻ കൂടിയാണ്. തീർച്ചയായിട്ടും ബഷീറിന്റെ കഥകളിലെ കഥാപാത്രങ്ങൾ അയാൾക്ക് ചുറ്റുമുള്ള മനുഷ്യരായിരുന്നു. അതാണ് ഏറ്റവും വലിയ. അദ്ദേഹത്തിന് ചുറ്റുമുള്ള മനുഷ്യരും സഹജീവികളും വൃക്ഷങ്ങളും. ആടിലൂടെയാണ് ആ കഥ. അതെ, അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തുള്ള ഒരു ചെടി പോലും അദ്ദേഹത്തിന്റെ കഥകളിലെ കഥാപാത്രങ്ങളായിട്ട് കടന്നു വരാറുണ്ട്. ചിരിയുടെ മുഖപടമണിഞ്ഞ് വേദനകളുടെയും വികാരങ്ങളുടെയും കഥ പറഞ്ഞ കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 112ാം ജന്മദിനമാണിന്ന്. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളെന്ന വിശേഷണം നേടിയ ബഷീറിന്റെ ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. കോട്ടയത്തെ വൈക്കം തലയോലപ്പറമ്പിൽ 1908 ജനുവരി 21 ബഷീർ ജനിച്ചപ്പോൾ ലോകത്തെ സർവചരാചരങ്ങൾക്കുമായി ഒരു എഴുത്തുകാരൻ പിറക്കുകയായിരുന്നു. ലോകമാകെ അലഞ്ഞ് ചിരിപ്പിടിയോളം അനുഭവങ്ങളുമായി ബഷീർ എഴുതാനിരുന്നു. മലയാളം അതുവരെ കണ്ടിട്ടില്ലാത്ത ഭാഷയിൽ ജീവിതത്തിന്റെ സകല നോവുകളെയും ചിരിയിലേക്ക് പകർത്തി. അനിയൻ അബ്ദുൽ ഖാദറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആഖ്യവും ആഖ്യാതവുമില്ലാത്ത നല്ല ചപ്ലാച്ചി ഭാഷയിൽ ബഷീർ ലോകസത്യങ്ങൾ വരച്ചുവെച്ചു. ഒരു ബഷീറിയൻ സ്റ്റൈൽ അദ്ദേഹം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. ഭാഷയിൽ, ശൈലിയിലെല്ലാം പുതിയൊരു എഴുത്തുലോകം. തൊടിയിൽ വെച്ചിരിക്കുന്ന ചാരുകസേരയിലെ ഇരുത്തം, അരികിൽ സദാ പാടിക്കൊണ്ടിരിക്കുന്ന ഗ്രാമഫോൺ, പലതരം ആംഗ്യങ്ങൾ കാണിക്കുന്ന സുന്ദരൻ വിരലുകൾക്കിടയിൽ എരിയുന്ന ബീഡിക്കുറ്റി. കാലങ്ങളായി സാഹിത്യാസ്വാദകരായ മലയാളികൾ മനസ്സിൽ സൂക്ഷിക്കുന്ന രൂപമാണിത്. കഥകളുടെ ലാളിത്യത്തിന്റെ, സ്നേഹത്തിന്റെ, തമാശകളുടെ, അങ്ങനെ എന്തിന്റെയൊക്കെ സുൽത്താനായി വൈക്കം മുഹമ്മദ് ബഷീർ. 14ലധികം നോവലുകളും 13ലധികം ചെറുകഥകളും എണ്ണമില്ലാത്തത്ര കഥകളും എഴുതിയും പറഞ്ഞും ഒടുവിൽ സ്വയം ഒരു കഥയായി മാറിയ ബേപ്പൂർ സുൽത്താൻ. ലളിതമായതും നർമ്മരസം തുളുമ്പുന്നതുമായ സവിശേഷമായ ഒരു രചനാരീതിയാണ് അദ്ദേഹത്തിന്റെ ചെറുകഥകൾക്കും നോവലുകൾക്കുമെല്ലാം പൊതുവെയുള്ളത്. എന്നാൽ ശക്തമായ ആക്ഷേപഹാസ്യവും ചിലപ്പോൾ രൂക്ഷപരിഹാസവും തന്നെയും വരികൾക്കിടയിൽ ഒളിപ്പിച്ചുവെച്ച് വായനക്കാരെ ആഴത്തിലുള്ള ചിന്തകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന ശൈലിയാണ് അദ്ദേഹത്തിന്റേത്. ഒരു സ്വാതന്ത്ര്യസമര സേനാനിയും മാനവികതാവാദിയെന്ന നിലയിലും ഈ പ്രിയ കഥാകാരൻ മലയാള സാഹിത്യത്തിൽ വേറിട്ടൊരു സ്ഥാനം തന്നെയായിരുന്നു അലങ്കരിച്ചിരുന്നത്. ബാല്യത്തിൽ തന്നെ ഗാന്ധിജിയുടെ ചിന്തകളിലും ആദർശങ്ങളിലും പിന്തുടർന്നിരുന്നു. സ്വാതന്ത്ര്യസമര രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്ത അദ്ദേഹം ഉപ്പുസത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിലിലാവുകയും ചെയ്തിട്ടുണ്ട്. 1940കളുടെ തുടക്കത്തിൽ തന്നെ ബഷീർ അറിയപ്പെടുന്ന എഴുത്തുകാരനായി മാറിയിരുന്നു. ബാല്യകാല സഖി പുറത്തിറങ്ങിയതോടെ മലയാള സാഹിത്യരംഗത്ത് ബഷീറിയൻ സ്റ്റൈൽ ചർച്ചയായി. എഴുത്തുഭാഷയുടെ അതുവരെയുണ്ടായിരുന്ന വഴക്കങ്ങൾ മാറി. ജനസാമാന്യത്തിന്റെ സംസാരഭാഷ എഴുത്തിന്റെ സൗന്ദര്യമായി മാറുന്നത് മലയാളി പലവട്ടം വായിച്ചറിഞ്ഞു. മാനവികതയുടെ ആഘോഷമായിരുന്നു ബഷീറിന്റെ എഴുത്തുകൾ. നിറഞ്ഞ ഹാസ്യവും
കലർപ്പില്ലാത്ത സ്നേഹവും ബഷീർ കൃതികളെ സ്ഥിരപ്രതിഷ്ഠമാക്കി. 1943 ഇറങ്ങിയ പ്രേമലേഖനമായിരുന്നു ആദ്യ കൃതി. ബാല്യകാല സഖി, ന്റുപ്പാപ്പയ്ക്കൊരാനുണ്ടാർന്ന്, ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, ശബ്ദങ്ങൾ, അനുരാഗത്തിന്റെ ദിനങ്ങൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, വിശ്വവിഖ്യാതമായ മൂക്ക്, ഭാർഗവി നിലയം തുടങ്ങിയവയാണ് ബഷീർ ലോകത്തിന് നൽകിയ സംഭാവനകൾ. വേണ്ട, എനിക്ക് ബുദ്ധി വേണമെന്നില്ല, ഏതെങ്കിലും മൃഗമായാൽ മതി, ഏതെങ്കിലും വൃക്ഷമായാൽ മതി എന്ന് പറയുന്ന ബഷീറിന്റെ പ്രകൃതി സ്നേഹം വിവരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ പ്രകൃതിയുമായുള്ള ആത്മബന്ധം പല കൃതികളിലും വ്യക്തമാണ്. കടിച്ച അട്ടയെ കൊല്ലാൻ നോക്കുകയും ഉടനെ അതിനും കാണില്ലേ ഒരു കുടുംബമെന്ന് ചിന്തിച്ച് ദയാശീലയാവുന്ന ന്റുപ്പാപ്പയ്ക്കൊരാനുണ്ടാർന്നില്ലേ കുഞ്ഞിപ്പാത്തുമ്മ, വിശക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞ് ഗർഭിണിയായ പാത്തുമ്മയുടെ ആടിന് സ്വന്തം പുസ്തകങ്ങൾ തന്നെ തിന്നാൻ കൊടുക്കുന്ന ബഷീർ. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ. ചിരിയും ചിന്തയും ഒരുമിച്ച് പകർത്തിയ എഴുത്തുകാരൻ ഇന്നും വായനക്കാർക്കിടയിൽ അതേ നിഷ്കളങ്കതയോടെ ജീവിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ഒരു മനോഹരമായ സ്റ്റോറിയിലൂടെ തന്നെ ബഷീറിന്റെ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സുകളിലേക്ക് തിരിച്ചെത്തുകയാണ്. നാം കുഞ്ഞുനാൾ തൊട്ട് പറഞ്ഞു കേട്ട, പഠിച്ച, വായിച്ചു വളർന്ന ഒരുപാട് ബഷീറിന്റെ കഥകൾ നമ്മുടെ മനസ്സിൽ ഒരു തിരശ്ശീലിൽ എന്ന പോലെ കടന്നു പോവുകയാണ്. നമുക്ക് കൈരളിയിലെ മറ്റ് സെഗ്മെന്റിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇതിൽ മനുഷ്യന്റെ ഇടയിൽ ഇത്രയും അധികം സ്വാധീനം സൃഷ്ടിച്ച സിനിമ എന്നല്ലാതെ മറ്റു കലാരൂപമില്ല. പക്ഷേ നാടകത്തിന് ശേഷം മനുഷ്യ മനസ്സുകളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് ഊർന്നിറങ്ങുന്ന ഒരു വലിയ പ്രിയപ്പെട്ട കലാരൂപമായി മാറിയതാണ് സിനിമ. പക്ഷേ എന്താണ് സിനിമ എന്നുള്ളതിന് കൃത്യമായ നിർവചനം പലപ്പോഴും ലഭിക്കുന്നത് രാജ്യാന്തര ചലച്ചിത്രമേളകളിലൂടെയാണ്. വാണിജ്യ സിനിമകളല്ല യഥാർത്ഥ സിനിമകൾ എന്ന് തെളിയിക്കുകയാണ് രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ വരുന്ന ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ പിറവികൊണ്ട സിനിമകൾ. ഒരുപക്ഷെ ലോകത്തിന്റെ പലയിടങ്ങളിൽ, പല ഭാഷകളിൽ, പല സാമൂഹ്യ പ്രശ്നങ്ങൾ പറയുന്ന നിരവധി സിനിമകൾ പലപ്പോഴും നാം പരിചയപ്പെടുന്നത് ഇത്തരം രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ കൂടിയാണ്. ഒരു അതിജീവനത്തിന്റെ ഒരു ചലച്ചിത്രമേള കൂടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. രണ്ടാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. വൈകിട്ട് സംവിധായകൻ കമൽ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യും. 36 സിനിമകളാണ് ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കുക. 2 മുതൽ 25 വരെ സംവിധായകരുമൊത്ത് ഓപ്പൺ ഫോറവും സംഘടിപ്പിക്കും. രണ്ടാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരള ചലച്ചിത്ര അക്കാദമിയും ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയും ചേർന്നാണ് ചലച്ചിത്രോത്സവം ഒരുക്കുന്നത്. രാവിലെ 10 മണിക്ക് ഗാർഗി കുൽക്കർണി സംവിധാനം ചെയ്ത 20 മിനിറ്റ് ദൈർഘ്യമുള്ള ബിബിത്യ എന്ന ഡോക്യുമെന്ററിയോടെയാണ് ചലച്ചിത്രോത്സവം തുടങ്ങുക. സമകാലിക വിദേശ സിനിമാ വിഭാഗത്തിൽ 8 സിനിമകളാണുള്ളത്. സമകാലിക ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ 10 സിനിമകളും സമകാലിക മലയാള സിനിമാ വിഭാഗത്തിൽ 3ഉം മലയാളം സബ് ടൈറ്റിലുള്ള സിനിമകളുടെ വിഭാഗത്തിൽ 2ഉം ഉൾപ്പെടെ 5 ദിവസങ്ങളിലായി 36 സിനിമകളാണ് പ്രദർശിപ്പിക്കുക. ഇവയിൽ 9 സിനിമകൾ തിരുവനന്തപുരത്തെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നിന്ന് തെരഞ്ഞെടുത്തവയാണ്. IFFK-യിൽ നിന്നുള്ള ആദ്യ ചിത്രം മാസിഡോണിയയിൽ നിന്നുള്ള ഗോഡ് എക്സിറ്റ് ആൻഡ് ഹെർ നെയിം ഈസ് പെട്രൂണിയയാണ്. നാളെ വൈകിട്ട് 6:30 ഈ സിനിമ പ്രദർശിപ്പിക്കും. ഫ്രഞ്ച് ആഫ്രിക്കൻ സിനിമയായ കാമില്ലി, ഹിന്ദി ചിത്രം ലിഹാഫ്, സ്പാനിഷ് ചിത്രമായ അവർ മദേഴ്സ്, ബംഗാളി ചിത്രമായ മെയ്ഡ് ഇൻ ബംഗ്ലാദേശ്, ഫ്രഞ്ച് അറബിക് സിനിമയായ പാപിച്ച, ബ്രസീലിയൻ പോർച്ചുഗീസ് ചിത്രമായ പസറേറ്റ, പേർഷ്യൻ ചിത്രമായ ഹവ മറിയം അയേഷ എന്നിവയാണ് ഈ സിനിമകൾ. എല്ലാ ദിവസവും 5, 15-നും 7-നുമാണ് ഇവ പ്രദർശിപ്പിക്കുന്നത്. 22 മുതൽ 25 വരെ എല്ലാ ദിവസവും വൈകിട്ട് 4 മണിക്ക് സംവിധായികയുമായി സംവദിക്കാൻ ഓപ്പൺ ഫോറവും ഒരുക്കിയിട്ടുണ്ട്. ഡോക്യുമെന്ററി, ഹ്രസ്വ സിനിമകൾ വിഭാഗത്തിൽ 13 സിനിമകളും പ്രദർശിപ്പിക്കും. ചലച്ചിത്രമേള വൈകിട്ട് 5 മണിക്ക് സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്യും. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നതിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കണമല്ലോ നമുക്ക് സ്ത്രീകളുടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തേണ്ടി വരിക. അത് ദളിതരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒക്കെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് പോലെ തന്നെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ ആ ശബ്ദങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കണം ഇത് സ്പെസിഫിക്കലി ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടത്തേണ്ടി വരിക. ചലച്ചിത്ര താരം അനുമോൾ മുഖ്യാതിഥിയായിരിക്കും. ചെലപൂർ വേണുവാണ് ഫെസ്റ്റിവൽ ഡയറക്ടർ. കൈരളി ന്യൂസ്, കോഴിക്കോട്. വിഷ്ണു നേരത്തെ പറഞ്ഞ പോലെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് അല്ലെങ്കിൽ നവോത്ഥാനത്തിനൊക്കെ മുന്നേറ്റം അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ട് ബോധവൽക്കരിക്കപ്പെടാൻ ഒരു കാലത്ത് ഉണ്ടായിരുന്ന സിനിമ പോലെ ജനകീയമായ ഒന്നായിരുന്നു നാടകം. നമ്മുടെ മാതാപിതാക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു വർഷം അവർ അമ്പലപ്പറമ്പിൽ അവതരിപ്പിച്ച ഒരു നാടകത്തിൻ്റെ ഗാനം ആ ഒരു വർഷം മുഴുവൻ അവർ പാടിക്കൊണ്ടിരിക്കും. അത്രയും ജനകീയമായിരുന്നു നാടകം.
പ്രത്യേകിച്ച് കെ.എം. ദാമോദരൻ്റെ പാട്ടബാക്കി പോലെയുള്ള രാഷ്ട്രീയ നാടകങ്ങൾ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലെയുള്ള നാടകങ്ങൾ ജനകീയമായിട്ടുള്ള പല നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഒരു കാലത്ത് സാധിച്ചിട്ടുണ്ട്. ഇവിടെ 12ാമത് രാജ്യാന്തര നാടകോത്സവം സാംസ്കാരിക നഗരിയിൽ നടക്കുകയാണ്. നമുക്കതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. പക്ഷേ നാടകങ്ങൾ പലയിടങ്ങളിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് തന്നെ വലിയ സ്വാധീനം ചെലുത്തിയത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നതുപോലെയുള്ള നാടകങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലുള്ള വിവിധ സാമൂഹിക പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ജനങ്ങളെ ഇളക്കി മറിച്ച ഒരുപാട് നാടകങ്ങൾ രാജ്യത്തിന്റെ പലയിടങ്ങളിൽ അരങ്ങേറിയിട്ടുണ്ട്. അങ്ങനെയാണ് നാടകങ്ങൾ നാടിന്റെ അകമായി ജനങ്ങളുടെ അകത്തേക്ക്, ഹൃദയങ്ങളിലേക്ക് എത്തുന്നത്. അതെ, ഇന്നും CPIMന്റെ പല സംഘടനാ പരിപാടികളിലും വെക്കുന്നത് നാടക ഗാനങ്ങളാണ്. തീർച്ചയായും 12ാമത് രാജ്യാന്തര നാടകോത്സവത്തിന് തൃശ്ശൂരിൽ തിരിതെളിയുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമടക്കം 19 നാടകങ്ങൾ ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കും. ജനുവരി 20-ന് ആരംഭിക്കുന്ന മേള 10 ദിവസം നീണ്ടു നിൽക്കും. വലിയ ആവേശത്തോടെയാണ് നാടകപ്രവർത്തകരും ആസ്വാദകരും മേളയിലേക്ക് കടന്നു വരുന്നത്. ബ്രസീലിലെ കമ്പാനിയ മുൻകൂസ തിയേറ്ററിന്റെ സിൽവർ എപ്പിഡെമിക് ഉദ്ഘാടക നാടകമായി അരങ്ങേറി. നമുക്ക് നഷ്ടമായ സാംസ്കാരിക പൊതുയിടങ്ങൾ തിരികെ പിടിക്കുന്നതിന്റെ ഭാഗമായാണ് 14 ജില്ലകളിലും സാംസ്കാരിക സമുച്ചയങ്ങൾ ആരംഭിക്കുന്നതെന്നും ഇതിന് എല്ലായിടത്തും സ്ഥലം ലഭ്യമായിട്ടുണ്ടെന്നും ഗ്രാമീണ തിയേറ്ററുകൾ സർക്കാർ സ്ഥാപിക്കുമെന്നും പുതിയ പരീക്ഷണങ്ങളിലൂടെ നാടകത്തെ നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവന്ന് ജനങ്ങളിലെത്തിക്കാൻ സാധിക്കുമെന്നും നാടകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ പറഞ്ഞു. പ്ലാൻ ഫണ്ട് തന്നെ ഏറെക്കുറെ 30% വെട്ടിച്ചുരുക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പോലും ആ വെട്ടിക്കുറവ് താരതമ്യേന സംഗീത നാടക അക്കാദമിയുടെ പ്രവർത്തനത്തെ ബാധിക്കാത്ത രൂപത്തിൽ മുന്നോട്ട് നയിക്കുന്നതിൽ ഒരു വലിയ ഇടപെടലാണ് ശ്രീ N. രാധാകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ KPC ലളിത അധ്യക്ഷനായ ചടങ്ങിൽ ഫെസ്റ്റിവൽ പുസ്തകത്തിന്റെ പ്രകാശനം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖനും ഫെസ്റ്റിവൽ ബുള്ളറ്റിന്റെ പ്രകാശനം സാഹിത്യ അക്കാദമി സെക്രട്ടറി KP മോഹനും നിർവഹിച്ചു. ഫെസ്റ്റിവൽ ഡയറക്ടർ അമിതേഷ് ഗ്രോവർ ആമുഖ പ്രഭാഷണം നടത്തി. ഇമാജിനിംഗ് കമ്മ്യൂണിറ്റീസ് എന്നതാണ് ഇത്തവണത്തെ ഇൻഫോക്കസിന്റെ പ്രമേയം. ജനുവരി 29 വരെ 10 ദിവസങ്ങളിലായി നടക്കുന്ന ഇൻഫോക് 2020 19 നാടകങ്ങളാണ് അരങ്ങേറുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ. ഇതിനടുത്തായിട്ട് നമ്മുടെ കേരളത്തിന്റെ പലയിടങ്ങളിലെ മനോഹരമായ സ്ഥലങ്ങൾ പരിചയപ്പെടുന്ന നാട്ടുവച്ച എന്ന പരിപാടിയാണ്. വിദേശത്തുള്ള കൊച്ചുമകന്റെ 1ാം പിറന്നാൾ ആഘോഷത്തിന് റോഡരികിൽ മരം നട്ട് മുത്തച്ഛനും മുത്തശ്ശിയും. വ്യത്യസ്തമായ ആഘോഷത്തിൽ ഒപ്പം കൂടിയവർക്ക് മധുരവും പങ്കുവച്ചു. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും സമീപവാസികളോടുള്ള സൗഹൃദവും ഊട്ടിയുറപ്പിക്കുന്നതോടുകൂടിയാണ് വ്യത്യസ്തമായ ഇത്തരം ആഘോഷങ്ങൾ. കോന്നി പയ്യനാമൺ കൂത്തിനേത്ത് വീട്ടിൽ ജെയിംസ് ആണ് റോഡരികിൽ വൃക്ഷത്തൈ നട്ട് കൊച്ചുമകനായ ഈതൻ ജെയിംസ് രഞ്ജിത്തിന്റെ പിറന്നാൾ മാതൃകാപരമാക്കിയത്. ജെയിംസിന്റെ മകനായ രഞ്ജിത്തും ഭാര്യ സ്മാർട്ടിയും മകനൊപ്പം കുവൈറ്റിലാണ് താമസം. കൊച്ചുമകൻ അടുത്തില്ലെങ്കിലും അവന്റെ പിറന്നാൾ നാളത്തെ തലമുറയ്ക്ക് കൂടി പ്രയോജനപ്പെടുന്ന തരത്തിലാകണം എന്ന ചിന്തയാണ് ഇത്തരമൊരാശയത്തിലേക്ക് ജെയിംസിനെ എത്തിച്ചത്. വീടിനടുത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമാണ് ജെയിംസ് കൊച്ചുമകന്റെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നട്ടത്. ഇതേസമയം കുവൈറ്റിൽ വൃക്ഷത്തൈ നട്ട് കൊച്ചുമകൻ ഈദനും മുത്തശ്ശന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും നാട്ടുകാരും മാതൃകാപരമായ പിറന്നാൾ ആഘോഷത്തിന്റെ പങ്കാളികളായി. ചടങ്ങിനെത്തിയ എല്ലാവർക്കും മധുരവും വിതരണം ചെയ്തു. മധ്യപ്രദേശിലെ ബിലായിൻ സ്റ്റീൽ പ്ലാന്റിലെ ജീവനക്കാരനായിരുന്ന
ജെയിംസ് ഇപ്പോൾ നല്ലൊരു കർഷകൻ കൂടിയാണ്. ഒന്നാം പിറന്നാളിൽ മരം നട്ട് അവസാനിപ്പിക്കുകയല്ല, മറിച്ച് എല്ലാ ദിവസവും ഇതിനെ പരിപാലിച്ചു വളർത്താനാണ് ജെയിംസിന്റെ തീരുമാനം. കൊച്ചുമകന്റെ എല്ലാ പിറന്നാൾ ദിനത്തിലും വൃക്ഷത്തൈ നടുമെന്നും ജെയിംസ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. നാട്ടുപച്ചേരി അടുത്ത വാർത്ത നോക്കാം. കോട്ടകളുടെ നാടായ കാസർഗോഡിന്റെ മനോഹരമായ കാഴ്ചയാണ് ചന്ദ്രഗിരി കോട്ട. ഈ ചരിത്ര സ്മാരകം സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ ഉടമസ്ഥതയിലാണ്. ഇനിയും ഈ കോട്ട വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമായിട്ടില്ല. പരിമിതികൾ മറികടന്നാൽ മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റാനാകും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചന്ദ്രഗിരി കോട്ട. കാസർഗോഡ് നഗരത്തിന്റെ മുഖശ്രീ എന്ന് വിശേഷിപ്പിക്കാം ചന്ദ്രഗിരി കോട്ടയും ചന്ദ്രഗിരി പുഴയും. ചന്ദ്രഗിരി പുഴയുടെ ഒരു വശത്താണ് നഗരമെങ്കിൽ മറുഭാഗത്താണ് ചന്ദ്രഗിരി കോട്ട. അന്തർദേശീയ പ്രശസ്തമായ ബേക്കൽ കോട്ടയുൾപ്പെടെ കാസർഗോഡ് ജില്ലയിൽ 8 കോട്ടകളുണ്ട്. എന്നാൽ ഇതിൽ സംരക്ഷിത കോട്ടകൾ ചിലത് മാത്രം. പല കോട്ടകളും ഇപ്പോൾ അന്യാധീനപ്പെട്ടു കഴിഞ്ഞു. 17-ാം നൂറ്റാണ്ടിലാണ് കാസർഗോട്ടെ കോട്ടകളുടെ നിർമ്മാണം. കർണാടകയിലെ ഇക്കേരി രാജവംശത്തിന്റെ കാലത്താണ് ചന്ദ്രഗിരി കോട്ടയുൾപ്പെടെയുള്ള കാസർഗോഡ് ജില്ലയിലെ കോട്ടകൾ നിർമ്മിച്ചതെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. എന്നാൽ കോലത്തുരി രാജവംശം നിർമ്മിച്ചുവെന്നും പിന്നീട് ഇക്കേരി രാജാക്കന്മാർ നവീകരിച്ചതാണെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. പ്രധാനമായി ഇക്കേരിയുടെ കാലത്ത് ഇത് പല കോട്ടകളും കൈവശപ്പെടുത്തിയതും പിന്നെ അതുപോലെ തന്നെ അവർ അതിനെ നവീകരിച്ചു എന്നുള്ളതാണ് ചില ചരിത്രരേഖകൾ കാണുന്നത്. പക്ഷെ അതിനു മുമ്പേ കോലത്തിരിയുടെ കാലത്ത് ചില കോട്ടകൾ ഉണ്ടായിരുന്നു എന്നും ചില രേഖകൾ കാണുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചത്. അതായത് വിജയനഗര സാമ്രാജ്യം അധപ്പതിച്ചപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള ഇക്കേരി നായക്കന്മാരാണ് ഇവിടെ കോട്ട പണിതത് എന്നാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ കോലത്തുനാട് രാജാക്കന്മാരും ഇത് നിർമ്മിച്ചിരുന്നു എന്നുള്ള വാദം നിലവിൽ ചരിത്രത്തിലുണ്ട്. ചന്ദ്രഗിരി കോട്ടയിൽ നിന്നുമുള്ള കാസർഗോഡിന്റെ ദൃശ്യങ്ങൾ നയനമനോഹരമാണ്. പ്രശസ്തമായ മാലിക് ദിനാർ പള്ളിയും അതോടൊപ്പം ശാന്തമായി ഒഴുകുന്ന ചന്ദ്രഗിരി പുഴയും അഴിമുഖവും റെയിൽ പാതയുമെല്ലാം നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ബേക്കൽ കോട്ടയുടെ വലിപ്പവും പ്രൗഢിയും ഇല്ലെങ്കിലും കാഴ്ചയിൽ സുന്ദരമാണ് ചന്ദ്രഗിരി കോട്ട. കാസർഗോഡ് നഗരത്തിൽ നിന്നും റോഡ് മാർഗം 7 കിലോമീറ്റർ മാത്രമാണ് ചന്ദ്രഗിരി കോട്ടയിലേക്കുള്ള ദൂരം. എന്നാൽ ബോട്ടിലോ തോണിയിലോ ചന്ദ്രഗിരി പുഴ കടന്നാൽ ദൂരം പകുതിയായി കുറയും. സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തതോടെയാണ് തകർച്ചയിലേക്ക് നീങ്ങിയ ചന്ദ്രഗിരി കോട്ടയുടെ നവീകരണം സാധ്യമായത്. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് ആദ്യഘട്ട നവീകരണം പൂർത്തിയായത്. രണ്ടാംഘട്ട നവീകരണം വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് കുറെ കഴിഞ്ഞപ്പോൾ ഈ കോട്ടയോട് വലിയൊരു താല്പര്യം അവർക്ക് ഉണ്ടായില്ല. അതുകൊണ്ടാണ് അത് ഏകദേശം ഈ നാശത്തിന്റെ വക്കലേക്ക് എത്തിയത്. പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ കൊണ്ടുവരികയും ചെയ്തതിനു ശേഷം ഇതിന്റെ പുനർനിർമ്മാണ പ്രക്രിയ ആരംഭിച്ചു. അതിനു മുമ്പേ ഇത് നാശോന്മുഖമായിട്ടുള്ള ഒരു സ്ഥിതിയിലായിരുന്നു ഈ കോട്ട ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെ മാറ്റി ഒരു നല്ല നവീകരണ പ്രക്രിയയിലേക്ക് കൊണ്ടുവന്നതും 2008-ലാണ് ഇതിന്റെ ഉദ്ഘാടനം അന്ന് മന്ത്രിയായിരുന്ന MA ബേബി നിർവഹിച്ചത്. വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ടൂറിസ്റ്റുകളുടെ വലിയ സാന്നിധ്യം ബേക്കൽ കോട്ടയിൽ കാണാമെങ്കിലും ചന്ദ്രഗിരി കോട്ട ഇപ്പോഴും ഏറെക്കുറെ ആളൊഴിഞ്ഞ നിലയിലാണ്. ടൂറിസ്റ്റുകളെ ചന്ദ്രഗിരി കോട്ടയിൽ എത്തിക്കുന്നതിനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ചന്ദ്രഗിരി കോട്ടയുടെ രണ്ടാം ഘട്ട നവീകരണ വികസന പദ്ധതികൾ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടി സംസ്ഥാന പുരാവസ്തു വകുപ്പും ടൂറിസം വകുപ്പും സംയുക്തമായി കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. ഇതിനടുത്ത് ഞാറ്റുവേല എന്ന സെഗ്മെന്റിലേക്ക് നമുക്ക് കടക്കാം. അതെ, ഈ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല കൃഷിയും വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് തളിപ്പറമ്പിലെ ഗ്രാമീണ ബാങ്ക്. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. ബാങ്ക് കെട്ടിടത്തിന്റെ മട്ടുപ്പാവിൽ കൃഷി ചെയ്ത് വിജയം കൊയ്യുകയാണ് തളിപ്പറമ്പ് കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ. സീസണിലും വ്യത്യസ്ത വിളകൾ കൃഷി ചെയ്ത് വിജയം കൊയ്യുകയാണ് ഇവിടെയുള്ള ജീവനക്കാർ. സ്ഥലപരിമിതിയോ സമയക്കുറവോ കൃഷിക്കൊരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് തളിപ്പറമ്പ് കാർഷിക ഗ്രാമ വികസന ബാങ്കിലെ പയ്യന്നൂർ ഹെഡ് ഓഫീസിലെ ജീവനക്കാർ.
ബാങ്കിന്റെ മട്ടുപ്പാവിലെ കൃഷി ഇത് 6ാം തവണയാണ് വിളവെടുപ്പിനായി ഒരുങ്ങി നിൽക്കുന്നത്. ഓരോ സീസണിലും അനുയോജ്യമായ വിളകളാണ് മട്ടുപ്പാവ് കൃഷിക്ക് തിരഞ്ഞെടുക്കുന്നത്. ഗ്രോ ബാഗുകളിലാണ് പൂർണ്ണമായും ജൈവ രീതിയിലുള്ള കൃഷി. 200 ഗ്രോ ബാഗുകളിൽ ഇപ്പോൾ ശീതകാല പച്ചക്കറികളായ കോളിംഗ്ഫ്ലവറും ക്യാബേജും വിളവെടുപ്പിനായി ഒരുങ്ങി നിൽക്കുകയാണ്. ബാങ്ക് സെക്രട്ടറി വി പ്രിൻസിന്റെ നേതൃത്വത്തിലാണ് ജീവനക്കാർ കൃഷി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൃഷിത്തോട്ടം ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ മൊബൈൽ നഴ്സറിയാണ് വിത്തുകൾ ലഭ്യമാക്കുന്നത്. തളിപ്പറമ്പ് കാർഷിക വികസന ബാങ്കിൻ്റെ മട്ടുപ്പാവിൽ ഇത്തവണ ശീതകാല പച്ചക്കറികളായ ക്യാബേജും കോളിഫ്ലവറുമാണ് നട്ടിട്ടുള്ളത്. അത് ഇത്തവണ പ്രത്യേകമായിട്ട് വയലറ്റ് ക്യാബേജും കൂടെ നട്ടിട്ടുണ്ട്. ഇത് 200 ഗ്രോ ബാഗുകളായിട്ടാണ് നട്ടിട്ടുള്ളത്. കൃഷിത്തോട്ടം ഗ്രൂപ്പ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ മൊബൈൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള തൈകളാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇത് 6ാം തവണയാണ് ബാങ്കിൻ്റെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ തവണ ചെണ്ടുമല്ലി കൃഷി വളരെ വിജയകരമായി പൂർത്തിയാക്കി. ഇത്തവണ ശീതകാല പച്ചക്കറികളാണ് വെച്ചിട്ടുള്ളത്. ഇത് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുകയാണ് ഉദ്ദേശം. ജീവനക്കാരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ആണ് ഇത് വെച്ചിട്ടുള്ളത്. അതെ, ഇത് കാർഷിക വികസന ബാങ്ക് എന്നുള്ള പേര് അനർത്ഥമാക്കുന്ന രീതിയിൽ മുഴുവൻ ജീവനക്കാരുടെയും ഭരണസമിതിയുടെ സഹകരണത്തോടു കൂടിയാണ്, എല്ലാവരുടെയും ആത്മാർത്ഥമായ വർക്കും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് ഈ കൃഷി ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഓണക്കാലത്ത് മട്ടുപ്പാവിലെ പൂക്കൃഷിയും വൻ വിജയമായിരുന്നു. ബാങ്ക് പ്രസിഡന്റ് KV ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നല്ല പിന്തുണയാണ് ജീവനക്കാർക്ക് നൽകുന്നത്. ഒഴിവ് സമയങ്ങളിലാണ് ജീവനക്കാർ കൃഷിയുടെ പരിചരണത്തിന് സമയം കണ്ടെത്തുന്നത്. തുള്ളി നനയായതിനാൽ കൃഷി പരിപാലനത്തിന് കൂടുതൽ സമയവും ആവശ്യമില്ല. ബാങ്ക് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്ന വിളകൾ പ്രത്യേക സ്റ്റാളുകൾ തയ്യാറാക്കി വിൽപ്പന നടത്തുകയാണ് പതിവ്. കാർഷിക വികസന ബാങ്ക് എന്ന പേര് അന്വർത്ഥമാക്കുകയാണ് ഇവിടെയുള്ള ജീവനക്കാർ. കൃഷി ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നവർക്കുള്ള പാഠം കൂടിയാണ് ഈ മട്ടുപ്പാവ്. പയ്യന്നൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. വാർത്തോദയത്തിൽ ഇനി വർത്തമാനവുമായി ബാസുരേന്ദ്ര ബാബു ചേരും.